വലത്തോട്ട് തിരിയാനേ. വടക്കൻ വീട്ടിൽ. എനിക്ക് പനി വന്നിട്ടുള്ളതാണ്. ഞാൻ പാവപ്പെട്ടതാണ്. ഞാനാ കൊച്ചുഞ്ഞ്. നീയായിരുന്ന? ഞാൻ കരുതി അവന്മാര് വീണ്ടും വന്ന് എനിക്ക് ഇടിയെന്നു. വടക്കൻ വീട്ടിലെ വിഹിതം പറ്റി ഞണ്ണാൻ വന്ന അണ്ണന്മാരൊക്കെ ചന്തയിലെ പൊടിയും തട്ടി സ്ഥലം വിട്ടു. വിട്ടു. മഹാഭാഗ്യം. എന്നതായാലും നീയും കൂടെ വാ. എന്തിന്? എടാ, കർത്താവ് 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്ത മഹാനാണടാ. അത് കർത്താവല്ലേ, അതിന് അങ്ങേര് കൂടെ വന്നാ പോരെ. ഞാൻ എന്തിനാ വരുന്നത്? അതല്ലടാ, അവിടുന്ന് ഇപ്പൊ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് 2 പേർ കൂടി അങ്ങ് വീതിക്കാം. അതിന് കർത്താവ് വീതിച്ചത് അപ്പ, നിന്റെ അമ്മാവന്മാര് വീതിക്കുന്നത് അടി. ആ പങ്ക് ഈ ബോഡി വീതിച്ചെടുത്താൽ ഇനിയും തോൽവികളേറ്റു വാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി കാണില്ല മക്കളെ. ഞാൻ ജീവിച്ചു പോട്ട്, നീ കയറി വീട്ടിൽ പോടാ മക്കളെ. ആണായി പിറന്നവരാരും ചന്തുവിനെ തോൽപ്പിച്ചിട്ടില്ല. ചന്തുവിനെ ഇനിയും തോൽപ്പിക്കാൻ നിന്നാൽ എന്റെ ലാസ്റ്റ് ബസ് പോവും. അതുകൊണ്ട് ഞാൻ പോണേ. വല്യമ്മാവന്റെ ബെൻസ് എന്നോട് ക്ഷമിക്കൂ വലിയ ബെൻസേ. പാവം അമ്മച്ചി, വാതിലടച്ചിട്ടില്ല. ചോറില് വെള്ളം ഒഴിച്ചോ ആവോ. അയ്യോ, നമസ്കാരം. മാതാവാണ് ഉള്ളതുള്ളി പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ ഊഹിച്ചതേ ഉള്ളൂ. വടക്കൻ വീട്ടിലെ കാരണവന്മാരെല്ലാം കൂടെ എന്നാത്തിനാ ഇങ്ങനെ വെട്ടമാണ് ചിരുട്ടത്തിരിക്കുന്നത്. ഇരുട്ടത്തിരുന്നതല്ല, ഇരുത്തിയതാ. ഒരു താൻ തോന്നി. അതാരാടാ നെൽസ? കൊച്ചുകുഞ്ഞ്, ഈ പാതിരാത്രിയിലും കേറി വന്ന് ഊതല്ലേ? ഇതെന്നാ വർത്തമാനാടാ ഊവേ? പറയടാ, ഏതപ്പന്റെ ആണ്ടു കുർബാനയ്ക്ക് വേണ്ടിയാ ഇന്നേ ദിവസം നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജോലിയും കൂലിയും അന്തസ്സുള്ള മക്കളൊക്കെ എത്തിയിട്ടും തെണ്ടിത്തിരിഞ്ഞ് തെക്കോടെ കണക്കുന്ന നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. അതിന്റെ വിശദീകരണം എനിക്കറിയണം ഇപ്പോ ഇവിടെ വെച്ച്. എന്റെ വല്യമ്മാവ, ഞാൻ അമ്മച്ചിയോട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത് സത്യമാ. പക്ഷെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്കാണല്ലോ ഈ ഗുണ്ടൽപെട്ട്. അവിടെ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. എനിക്ക് വേണ്ടിയല്ല, ദാ ഈ കുഞ്ഞമ്മാവിന് വേണ്ടി. പറയുന്നു എനിക്ക് വേണ്ടിയോ? അത് കൊള്ളാം. ഈ കുഞ്ഞമ്മാവൻ പറഞ്ഞതാ ഗുണ്ടൽപേട്ട് 500 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ പൊട്ടറ്റോ കൃഷി പ്ലാൻ ചെയ്യാന്ന്. എന്നാ കൃഷിയാ? ഉരുളക്കിഴങ്ങ് കഴിക്കരുത്, ഗ്യാസാ. ചോദിച്ചു നോക്ക്. തങ്കച്ചാ, ശരിയാണോ? ആണോ? നീ പറഞ്ഞതാ? അത് ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നാ പക്ഷെ അങ്ങനെ പക്ഷെ നിർത്തടാ. നിന്റെ മറ്റിടത്തെ ഒരു കൃഷി ഞങ്ങളുടെ അപ്പൻ മരണക്കിടക്കെ കിടന്ന് പറഞ്ഞതാ. ഇനി ഈ തറവാട്ടിൽ ഇന്നാരും കള്ളുകച്ചവടം ചെയ്യരുതെന്ന്. ആ വാക്കിനെ കാറ്റിൽ പറത്തി കള്ളുലേലത്തിന് പോയേച്ചു വന്ന് എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിച്ചാലുണ്ടല്ലോ. എന്റെ വല്യമ്മാവ, ഞാനിന്ന് രാവിലെ കളിച്ച നാടകം തന്നെ നമ്മുടെ ഫിലിപ്പോസിന് വേണ്ടി. അല്ലാതെ എന്റെ കയ്യിൽ എവിടുന്ന കള്ള് റേഞ്ച് ലേലത്തിന് വിളിക്കാനുള്ള കാശ്? 2 സ്മോൾ അടിക്കണേ പോലും അമ്മച്ചിയുടെ തലയാണം കഴി തപ്പണം, അല്ലടാ നെൽസ? പിന്നെ ഭാഗം വെപ്പ് അതിപ്പോ ഞാനൊരു ഒപ്പിടുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്ന് വേണേ ആകാലോ. ഐ ആം ത്രൂ ഔട്ട് ഫ്രീ. വടക്കൻ വീട്ടിലെ അഭിമാന പുത്രന്മാരായ മന്ത്രിയും ഡോക്ടറും കളക്ടറും പട്ടാളവും പോലീസും ആലീസും ഒക്കെ വിളിക്കാതെ തന്നെ ഇങ്ങ് എത്തിക്കോളും. വിഹിതം വെച്ച് ഞണ്ണുള്ളതല്ലേ, അവർക്ക് തീരെ വിരോധം കാണുകയല്ല. കഴിവരുടെ മോനെ, നിന്റെ സമയവും സന്ദർഭവും നോക്കി ഭാഗം വെപ്പ് നടത്താൻ ഇവിടെ ചത്തോ എന്നിട്ട് തന്ത വന്നിരിപ്പുണ്ടാ? മതി. ഇനി ഞാൻ ചോദിച്ചോളാം അവനോട്. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന ഇവിടെ 1000 വട്ടം പലരുടെ നാക്കുകൊണ്ട് ശപിക്കുന്ന നിന്റെ അപ്പനെ മനസ്സിലിരുത്തി പറഞ്ഞാ മതി. എവിടെയായിരുന്നു നീ? അതിപ്പോ എത്തിയില്ല, എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ എന്റെ ശരി. അതെന്നെ കാര്യം എന്നായി ചോദിച്ചേ? എത്താൻ പറ്റിയില്ല, അത്ര തന്നെ. അമ്മച്ചി, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിൽ പോ, എങ്ങോട്ടെങ്കിലും പോ. പണ്ട് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തില് ഈ അമ്മാവന്മാരുടെ തല്ലുകൊണ്ട് നീ എങ്ങോട്ടോ നാട് തണ്ടി പോയപ്പോ നിനക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് ഞാൻ. തിരിച്ചു വന്നിട്ടും നീ എനിക്ക് കണ്ണീര് മാത്രമേ തന്നുള്ളൂ. ഇനി എനിക്ക് വയ്യ. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. ഇത്രത്തോളം അമ്മച്ചി പറഞ്ഞ സ്ഥിതിക്ക് കൊച്ചു ഞുള്ളി തട്ടി ഒരു കാര്യം പറയാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്നാൽ ഇത് ഇന്ന് രാത്രിയിലത്തേക്ക് മാത്രമുള്ള ഗുഡ് നൈറ്റ് ആണ്, എന്നത്തേക്കുമുള്ളതാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ പാക്കല.
ഗുഡ് മോർണിംഗ്. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീയാ. എന്റെ മോനെ ചായപ്പൊടിന്റെ വെള്ളം പറയടാ തെണ്ടി. തുടങ്ങി. പഞ്ചസാര കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്താരാടാ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? അവന്റെ ഒരു പ്ലാസ്റ്റിക് ടീ. എന്റെ അമ്മയാണത്രേ അമ്മ. അപ്പൊ മരിച്ചു പോയത് എന്റെ അച്ഛനല്ലേ? ശരിയായിരിക്കും. ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട, അച്ഛനാണെങ്കിൽ പ്യൂർ ബ്ലാക്കും. അമ്മേ, ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ വേണ്ട, പഴയ പോലെ പഴകഞ്ഞി വെള്ളം തന്നെ എടുത്തോ. നായിന്റെ മോനെ എന്നാ തുടക്കം. മിക്കവാറും ഇന്നും നായി നക്കും എന്റെ ജീവിതം. രാവിലെ തന്നെ പത്രം വന്നു. ഭാഗ്യം, എടുത്ത് വച്ചേക്ക, എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. ചരമക്കോളത്തിന്റെ അങ്ങാടി നിലവാരം നോക്കാം. ഇന്ന് ഇത്രേ ഉള്ളൂ. ചരമക്കോളം ലൈവാ. ഇതെപ്പോഴെത്തി? ഈശ്വര, ആരെങ്കിലും കൊന്നിട്ടതാണോ എന്തോ. ഔ, ചത്തിട്ടില്ല. ഡാ വടക്കം വീടാ, എഴുന്നേറാ. ആ, നീ പോയില്ലടാ. പോയി. പിന്നെ എന്നതാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടേ, അതിനിത് വടക്കം വീടല്ല, ഇത് ഒടക്കം വീടാ. ഐ മീൻ എന്റെ വീട്. എടാ നാറിയേ, എന്തോ? എന്നാ പിടി, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പാർശ്ശിനിക്കടവ് മുത്തപ്പ, ഇതാര്? വടക്കം വീട്ടിലെ കൊച്ചു തമ്പുരാനോ? ഇന്നലെ രാത്രിയും ഗുഡ് നൈറ്റ് പറഞ്ഞൂല്ലേ തറവാട്ടെന്ന്? ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല. ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതങ്ങ് പിടിച്ചാട്ടെ. സന്തോഷം. ആഹാ, രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടൽ പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, ഉൾക്കാടിച്ച ബാറി നടിച്ചതും പൊള്ള്. എടാ അച്ചുവേ, അങ്ങനൊരു വരി ഇല്ലല്ലോടാ അതില്. അടിച്ചതൊന്നും ആയില്ല എന്ന് പറയായിരുന്നു. ഇറങ്ങി വന്ന് ഊതറ. അയ്യേ സാർ, എന്തോ സാർ, എനിക്ക് അങ്ങനെ വൃത്തിയുടെ ശീലമില്ല. എന്നാൽ ലവൻ, ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നാതിനാ സാറേ ഊതുന്നത്? നിന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാൻ പറഞ്ഞ്. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്. ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പോരാഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറേ, ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ചാ വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്നതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ചാ ദേണ്ട ഉടനെ സാറുമാരെ ടോർച്ച് അടിച്ചോണ്ടുള്ള വരത്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിൽ നിന്നൊരു 3 എണ്ണം അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ. ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കൽ. സാറിന്റെ മോനാ? സാറേ, സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാർ പറഞ്ഞല്ലടാ, പാവല്ലടാ, മുന്തുരി തല കെട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങുകയല്ല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡൂഗിളി 916 അല്ല. മോനെ, നീ ആരാന്നടാ നിന്റെ വിചാരം? ഞാൻ ആരാന്നാടാ എന്റെ വിചാരം? അടി. അപ്പൊ അതറിയില്ലേ? വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ്. സാറ് ഇവിടെ പുതിയതാണല്ലേ? എന്റെ പൊന്ന് സാറേ, സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന SP സാറുണ്ടല്ലോ, പോലക്കോട് SP അലക്സ് തോമസ്. അദ്ദേഹത്തിന്റെ അന്യനാ. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാ. എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ്. പിന്നെ കളക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെ കുറെ പേര് വേറെ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഇവനിങ്ങനെ എല്ലാം കെട്ടുപോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം,
കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ? പോയില്ലേ? ഇന്നത്തേക്ക് ഒരു ദിവസം. നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം. ഓ ഉണ്ടാക്കിക്കോളാമേ. അതല്ല, തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല. കുടുംബത്ത് കയറി വന്ന് കൂമ്പിടിച്ച് കളിക്കും ഞാൻ. കേട്ടടാ നായിന്റെ മോനെ. ആ കേട്ടെ. ആർ ഗണേശൻ സാറേ. വീട്ടിൽ പോടാ. പോയിക്കോളാതെ അച്ചുവേ. എന്തോ എന്നാൽ ശരിക്കും ഹലോ അപ്പാ ഞാനാ അലക്സ്. എന്നതാടാ? കാര്യം മറ്റൊന്നുമല്ല, ആ എരണം കെട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SIയെ കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക, വടക്കം വീട് തറവാട്ടിലോട്ട്. SP അലക്സ് തോമസിന്റെ അനിയനെ SIയെ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരിക. ഞാൻ എന്നാ വേണമെന്ന് അപ്പം പറ. ഈ തൊപ്പി ഉരി വെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നാ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചു കുഞ്ഞ് ഡാന്നോ? എഴുന്നോക്കടാ. ഏത് പന്ന മോനാടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ചുവേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടെന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്നു? നിന്നെ ആരാടാ തല്ലിയത്? എന്നെ അല്ല, ആ ഗണേശനസിയെ. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. എടാ നീ എന്നതൊക്കെയാ പറയുന്നത്? ആ ഗണേശൻ SI ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ആയിട്ടാടാ പിരിഞ്ഞത്. ആ ഡീസന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജുവേ, ആ ഗണേശൻ SI അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, വേണ്ടെന്ന്. നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂമ്പിടിച്ച് കളക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചടാ. ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. ആ അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? വേണ്ടതെന്നതാന്ന് ഞാൻ പറയാം. ഇവിടുന്ന് 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേ വരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങടാ പുറത്ത്. ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിന് തന്നെ അല്ലയോ? അധിക പ്രസംഗി. ഇനി നിന്റെ ആസനം കഴിയാൻ പോലീസാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ, ഒരു ഹാഫ്. അറിയില്ല, ഒരു അണുമണി നിന്റെ നോക്കണെങ്കിൽ മോനെ എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ച് കലക്കണം. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനും ഓരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ ഒരു മഹാസത്യം മനസ്സിലാക്കണം. സാർ ഇപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് SP നായിന്റെ മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയോടാ പുല്ലേ.
ഉത്തരവ് മോളിനാ. ചവിട്ടി കൂട്ടാ ഈ പന്നീനെ. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാറില്ല? ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ്. ഐ എം അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. ப்ளீஸ் ரிலீஸ் them. அந்த போலீஸ்காரனை பத்தி தான் நான் சொன்னேன். ஏ கட்சிக்காரர் வடக்கன் வீட்டில் கொச்சுஞ்சுண்ட பெயில் ஆர்டர் என்ற கையில் இருக்கு. കൊള്ളാം. സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? இருக்கும், எப்போவாவது அப்பப்போ இருக்கும். அதை ஒரேடியா மறந்துடக்கூடாது தான் இப்ப ഞാൻ ഇവിടെ വന്നത്. എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ആർ ഗണേശൻ സാറുമായിട്ടൊരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണി കുത്തിയാ കാണാത്തിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാൻ ഇറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു എഫ്ഐആർ കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ പിന്നെ ഈ നീളം കവർ മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. കറക്റ്റ്. ரொம்ப സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും தொழில்ல எவ்வளவு பக்தியா உண்மையா ஆத்மார்த்தமா இருந்தீங்க நிரூபிக்கிறதுக்கு எனக்கு ஒரு சந்தர்ப்பம் கிடைச்சிருக்கு. அதை நான் நிரூபிக்க வேண்டாமா? எவ்ரி டைம் யூ cannot be high, you know. സോറി ശർമാജി, ഒരല്പം ലേറ്റായി. நோ நோ, யூ ஆர் ஆன் டைம். டாக்டர், எனக்கு இவரையும் இவர் கூட இருக்கிற எல்லாருடைய பிளட்டும் டெஸ்ட் பண்ணி இவங்க உடம்புல எவ்வளவு ஆல்கஹால் இருக்குன்னு தெரியணும். മനസ്സിലായില്ല. ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീങ്ക പിടിക്കുമ്പോൾ நீங்க எல்லாரும் எத்தனை மாத்திரம் தண்ணி போட்டதுங்கிறத ഞാൻ അറിയണം. அதுக்கப்புறம் எந்த மாதிரி FIR எழுதணுங்கிறத ഞാൻ പറയും. ഡോക്ടർ കുത്തുങ്ങ. സാധിക്കരുത്. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വക കിട്ടിയ പുള്ള് പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അതിൽ ഞാനും കഴിച്ചു പോയി 4 എണ്ണം. സാർ എത്ര കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അത് സാറിനോട് തന്നെ ചോദിച്ചാൽ മതി. தொழில்ல இவ்வளவு போதையா இருக்கிற உங்களுக்கு இப்ப தெரியணுமே FIR எப்படி எழுதணும்னு. അല്ല, അത് പിന്നെ நமக்கு வேற வேலை ஒண்ணு இல்ல பாருங்க. அதனாலதான் இந்த பெரிய கவரோட இந்த சின்ன ஆளை கூட்டிட்டு போலான்னு வந்தேன். வரட்டுமா? ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനം വല്ലോ മേടിച്ചടിച്ച അത്ര പെട്ടെന്ന് മണം പിടിക്കുകയില്ല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനിലാണോ ഡ്യൂട്ടി? അയ്യോ, കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ